ലോകം കണ്ട ഏറ്റവും വലിയ എണ്ണ കവർച്ചയാണോ വെനസ്വേലയിൽ നടക്കുന്നത്? സൗദി അറേബ്യയേക്കാൾ കൂടുതൽ എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യം എങ്ങനെ വെറും കടലാസ തുണ്ടിന് തുല്യമായി മാറി? വെനസ്വേലയ്ക്ക് പിന്നാലെ ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രണ്ട് രാജ്യങ്ങളെ കൂടി ലക്ഷ്യം വെച്ച് ഡൊണാൾഡ് ട്രംപ് നീങ്ങുമ്പോൾ ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലാണോ? ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. വെനസ്വേലയുടെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ട്രംപ് നടത്തിയ പ്രഖ്യാപനം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. വെനസ്വേലയുടെ എണ്ണ ഇനി US കമ്പനികൾ കൈകാര്യം ചെയ്യും. ഇതായിരുന്നു ആ പ്രഖ്യാപനം. വെനസ്വേലയിലെ തകർന്നടിഞ്ഞ ഊർജ മേഖലയെ പുനർനിർമ്മിക്കാനാണ് അമേരിക്കൻ എണ്ണ കമ്പനികൾ എത്തുന്നത് എന്നാണ് ട്രംപിന്റെ വാദം. പക്ഷേ ശതകോടികളുടെ നിക്ഷേപം വഴി വെനസ്വേലയിൽ നിന്ന് പണം വാരാമെന്ന് ട്രംപ് പരസ്യമായി തന്നെ പറയുന്നു. സൗദി അറേബ്യയും റഷ്യയും പിന്നിലാക്കുന്ന എണ്ണ ശേഖരമാണ് വെനസ്വേലയ്ക്കുള്ളത്. ഏകദേശം 303 ബില്യൺ ബാരൽ. ലോകത്തിലെ ആകെ എണ്ണ ശേഖരത്തിന്റെ 17% ഈ ഒറ്റ രാജ്യത്താണ്. എന്നാൽ 1976 എണ്ണ കമ്പനികളെ ദേശീയവൽക്കരിച്ച് വിദേശ നിക്ഷേപകരെ പുറത്താക്കിയ നടപടിയെ മോഷണം എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. തങ്ങളിൽ നിന്ന് കവർന്ന ഈ നിക്ഷേപം പലിശ സഹിതം തിരിച്ചു പിടിക്കാനാണ് അമേരിക്കയുടെ ഈ പടനീക്കം. ഇത്രയും എണ്ണ സമ്പത്ത് ഉണ്ടായിട്ടും വെനസ്വേല എങ്ങനെ ദരിദ്രമായി? അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടുത്തെ എണ്ണയുടെ പ്രത്യേകത. ഹെവി ക്രൂഡ് അഥവാ കട്ടി കൂടിയ എണ്ണയായതിനാൽ ഇത് ശുദ്ധീകരിക്കാൻ വൻ ചിലവാണ്. രണ്ടാമത്തെ കാരണം അമേരിക്കൻ ഉപരോധം തന്നെയാണ്. എണ്ണ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ച ഒരു രാജ്യത്തെ ഉപരോധം വഴി ശ്വാസം മുട്ടിച്ചപ്പോൾ പണപ്പെരുപ്പം 100% കടന്നു. കറൻസിക്ക് വിലയില്ലാതെയായി, ജനങ്ങൾ പട്ടിണിയിലായി. ഈ അരാജകത്വത്തിലേക്കാണ് ഇപ്പോൾ ട്രംപ് അധികാരം പിടിച്ചെടുത്ത് കടന്നു ചെന്നിരിക്കുന്നത്. എന്നാൽ വെനസ്വേലയിൽ ട്രംപ് നിർത്തുന്നില്ല. ക്യൂബയും കൊളംബിയയുമാണ് അടുത്ത ലക്ഷ്യങ്ങളെന്ന വ്യക്തമായ സൂചന ട്രംപ് നൽകിക്കഴിഞ്ഞു. വർഷങ്ങളായി അമേരിക്കയുടെ ശത്രുവായ ക്യൂബയെ തകർന്ന രാജ്യം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. വെനസ്വേലയിലേത് ക്യൂബയ്ക്കുള്ള സന്ദേശമാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞു വെക്കുന്നുണ്ട്. മറുവശത്ത് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ലഹരിക്കടത്ത് തടയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊളംബിയയും അമേരിക്കൻ നടപടികൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ട്രംപിന്റെ ഭീഷണി. ലാറ്റിൻ അമേരിക്കയിലെ ഈ സൈനിക നീക്കങ്ങൾ ചൈനയും റഷ്യയും ചെറുതല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. അമേരിക്കയുടെ ഈ അധിനിവേശം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇന്ന് വിപണി തുറക്കുമ്പോൾ തന്നെ ബാരലിന് വലിയ വില വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വെനസ്വേലയിലെ ട്രംപിന്റെ ഇടപെടൽ ലാറ്റിൻ അമേരിക്കയെ മോചിപ്പിക്കാനാണോ അതോ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാനാണോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിലെ അറിയാൻ കഴിയുള്ളൂ. അതോ ഇനിയൊരു പുതിയ ലോകയുദ്ധത്തിനുള്ള തിരികൊളുത്തലാണോ ട്രംപിന്റെ ഈ നീക്കങ്ങളെന്നും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.